ഹായ് ഹലോ എല്ലാവർക്കും മത്തങ്ങയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ബട്ടൺസിനെ കുറിച്ച് പറഞ്ഞ ഷർട്ടിൻ്റെ ഓർക്കണില്ലേ? അപ്പോൾ ഷർട്ട് ബട്ടൺസ് എന്ന് പറയുമ്പോൾ കുടുക്ക്, ആ കുടുക്കിനെ കുറിച്ച് ഓർത്തപ്പോഴേ ഞാൻ കുടുക്കയെ കുറിച്ച് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഈ തവണ കുടുക്കയെ കുറിച്ച് പറയാമെന്ന് ഓർത്തു. കുടുക്ക എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് കുടുക്കയെക്കുറിച്ച് പറഞ്ഞാൽ അവർ ഞങ്ങൾക്ക് കുടുക്കയുടെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ATM ഉണ്ടല്ലോ. ഞങ്ങളുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ പെൻഷൻ കാശ് ഞങ്ങളാണ് ATM എടുത്തു കൊടുക്കണേ, അതുവഴി നമുക്കൊക്കെ കുറച്ച് കാശ് കിട്ടും, അതുകൊണ്ട് ഞങ്ങൾക്ക് കുടുക്കയുടെ ആവശ്യം ഒന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ചില ചില്ലറ നാണയത്തുട്ടുകളൊക്കെ ഇട്ട് വയ്ക്കാൻ നമുക്കൊരു കുടുക്ക ആവശ്യമാണല്ലേ. കുടുക്ക എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ തരത്തിൽ പറയും. നമ്മൾ കൊച്ചു കുട്ടികളെ കാണുമ്പോൾ ഓ സുന്ദരി കുടുക്ക, സോ ക്യൂട്ട് കുടുക്ക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചിരിക്കുടുക്ക എന്ന് പറഞ്ഞ സിനിമയുണ്ട് കേട്ടോ, എല്ലാവരും പോയി കാണണം കേട്ടോ, സൂപ്പറാണ്. അതുപോലെ തന്നെ കുടുക്ക നമ്മുടെ സ്വന്തം ബാങ്ക്, നമ്മൾ തന്നെ നിക്ഷേപിക്കുകയും നമ്മൾ തന്നെ പിൻവലിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വന്തം ബാങ്ക്. ഇനി ഫാമിലി കുടുക്കുകയാണെങ്കിൽ പിൻവലിക്കുന്ന സമയത്ത് ഒന്ന് 4 വശമൊക്കെ തിരിഞ്ഞു നോക്കണം, നല്ല കേട്ടോ, ഒരു കുടുംബകലം ഒഴിവായി കിട്ടും. കുടുക്ക, ഞാൻ ആദ്യമായി കുടുക്കയെക്കുറിച്ച് ഓർക്കുന്നത് എൻ്റെ അമ്മമ്മയുടെ മാന്ത്രിക കഥകളിലൂടെയാണ്. അമ്മമ്മ പറയും, ഏത് കഥ പറഞ്ഞാലും അതിലുണ്ടാവും ഇടുകുടുക്കേ ചോറും കറിയും ഇടുകുടുക്കേ പൊന്നും മണവും. ഞാനൊരു ദിവസം അമ്മാമ്മയുടെ കുടുക്കയെടുത്ത് കിലുക്കി പറഞ്ഞു, അമ്മാമ്മേ അല്ല കുടുക്കി, ഞാൻ പറഞ്ഞു ഇടുകുടുക്കേ ചോറും കറിയും വന്നില്ല. അപ്പം ഞാൻ വീണ്ടും കുടുക്കയെടുത്ത് അങ്ങോട്ട് കൂലിക്കിയിട്ട് ഇടുകുടുക്കേ പൊന്നും മണവും എന്ന് പറഞ്ഞു, താഴെ ഇട്ടു. പൊന്ന് വന്നില്ല, പണം വന്നു. കുടുക്ക പൊട്ടിച്ചെൻ്റെ അമ്മയുടെ നിന്ന് അടി കിട്ടിയെങ്കിലും അമ്മാമ്മയുടെ നിന്ന് സാന്ത്വനമായിട്ട് ഒരു 10 പൈസ കിട്ടി. ഓ, അന്നൊക്കെ ഈ 10 പൈസയ്ക്ക് എത്ര മിഠായി വാങ്ങാമെന്നറിയാമോ? ഇന്ന് 10 പൈസയ്ക്ക് ഒന്നുപോലും കിട്ടില്ല. 10 പൈസ കണ്ടവരുണ്ടോ വല്ലവരും? ഇപ്പം ആരും കണ്ടിട്ടുണ്ടാവില്ല. കുടുക്ക പല വിധത്തിലുണ്ട്. മണ്ണിൻ്റെ കുടുക്കുണ്ട്, അത് കാശ് കൊടുക്കുക, അത് പാവപ്പെട്ടവരുടെ കുടിക്കുക, അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിക്കാം. ആന ഷേപ്പിലുള്ള കുടുക്കയുണ്ട്, അത് കൊച്ചു കുട്ടികൾക്കുള്ളതാണ്. പിന്നെ വലിയ വലിയ ആൾക്കാരുടെ സ്റ്റീലിൻ്റെ കുടുക്കയുണ്ട്, വാട്ടർ ടാങ്കിൻ്റെ കുടുക്കയുണ്ട്. വാട്ടർ ടാങ്കിൻ്റെ കുടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെള്ളം പോലെ നിറയുന്നതാണ് വിശ്വാസം. പിന്നെ അടുക്കളയിലേക്ക് അങ്ങോട്ട് കടന്ന അമ്മച്ചിമാരുടെ കുടുക്ക എന്ന് പറഞ്ഞാൽ പരിപ്പിട്ടിന്, ജീരകട്ടിന്, അരിക്കലൊക്കെയാണ്. ചിലപ്പോൾ അമ്മച്ചിക്ക് ഇതേത് ഇതിലാണ് വെച്ചതെന്ന് ഓർമ്മയില്ല, പക്ഷേ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്ക് നല്ല ഓർമ്മയാണ്. അതുകൊണ്ട് അമ്മച്ചി കണ്ടുപിടിച്ചു ഒരു സഞ്ചി കൊടുക്കുക. ഒരു ചെറിയ സഞ്ചിയിൽ കാശ് കിട്ടി വെച്ച് ഒന്നില്ലെങ്കിൽ അരയിൽ തിരികെ വയ്ക്കും, അല്ലെങ്കിൽ സാരിയുടെ തുമ്പത്ത് തിരികെ വയ്ക്കും. പിന്നെ കുടുക്കാന്ന് പറഞ്ഞ് കള്ള് ഷാപ്പിൽ കള്ള് കൊടുക്കുന്ന കള്ള് കുടുക്കയാണ് കുടുക്ക. അതാണ് ഏറ്റവും ആദ്യത്തെ കുടുക്ക. പിന്നെ കൊള്ള കുടുക്കയുണ്ട്, അത് രാഷ്ട്രീയക്കാർക്ക് സ്വന്തം, അത് നിത്യയൗവനമാണ്. അതങ്ങോട്ട് നിറഞ്ഞ് കവിയുമ്പോൾ ബിനാമി കുടുക്കകളായിട്ട് അങ്ങോട്ട് മാറും. അങ്ങനെ കുടുക്കയുടെ സംഭവങ്ങൾ തന്നെ പുതിയ തലത്തിലേക്ക് അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് കുടുക്കയുടെ പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.